2026 വേൾഡ് കപ്പിൽ ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിന് താഴെയാണ് പല ടീമുകളുടെയും റാങ്കിംഗ് പോലും വരുന്നത്. കാരണം മനോഹര ഫുട്ബോൾ കൊണ്ട് ലോകം കീഴടക്കുന്ന പ്രകടനമാണ് നിലവിൽ സ്പെയിൻ കാഴ്ചവെച്ചത്. യൂറോ കപ്പിലെ അതിഗംഭീര പ്രകടനം ഫുട്ബോൾ ലോകത്തിൻ്റെ കയ്യടി ഏറ്റുവാങ്ങിയിരുന്നു. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടെങ്കിലും സ്പെയിനിനു താഴെയാണെന്നതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പോലും സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ഒരു മനോഹരമായ പോരാട്ടം നമുക്ക് നിർഭാഗ്യവശാൽ നഷ്ടമായി. അല്ലെങ്കിൽ വേൾഡ് കപ്പിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ചറിയാമായിരുന്നു അർജന്റീനയാണോ സ്പെയിനാണോ മികച്ചതെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ആ മത്സരം നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീം ആരുടേതാണ്? അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയാൽ ആർക്കൊപ്പമാണ് വിജയമുണ്ടാവുക? ഒട്ടും ഭയമില്ലാതെ അർജന്റീന ഈ വേൾഡ് കപ്പിനും അണിഞ്ഞൊരുങ്ങുകയാണ്. കൂടെ പരിശീലകനായി താങ്കളുടെ പ്രിയപ്പെട്ട ആശാൻ ലയണൽ സ്കലോണി തന്നെ കൂടെയുണ്ട്. സ്കലോണി ആശാന്റെ കൃത്യതയാർന്ന തന്ത്രങ്ങൾക്ക് മുന്നിൽ ഏത് ടീമിനാണ് പിടിച്ചു നിൽക്കാനാവുക എന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ ചോദ്യം. അതേസമയം സ്പെയിനിന്റെ പരിശീലകനാകട്ടെ സ്കലോണി ആശാന്റെയും ആശാനാണ്. ലൂയിസ് ഡിലാഫുവാന്റെയാണ് നിലവിൽ സ്പെയിന്റെ പരിശീലകൻ. സ്കലോണിയുടെ കോച്ചിങ് അധ്യാപകനായിരുന്നു ലൂയിസ് ഡിലാഫുവാന്റെ. നിലവിൽ അദ്ദേഹവും സ്പെയിനെ ഒരു മികച്ച ടീമാക്കി മാറ്റിയിട്ടുണ്ട്. മനോഹര ഫുട്ബോൾ സ്പെയിനിനായി എഴുതപ്പെട്ട ഒന്നുകൂടിയാണ്. അത് നിലവിൽ സ്പെയിൻ ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വമ്പൻ പ്രതീക്ഷകളോടെയാണ് ഇരു രാജ്യങ്ങളും വേൾഡ് കപ്പിനെത്തുന്നത്. ഏറ്റവും മികച്ച സ്ക്വാഡ് ആർക്കാണുള്ളത്? ഏറ്റവും മികച്ച ബെസ്റ്റ് പ്ലേയിങ് 11 ആറ് ടീമിനൊപ്പമാണുള്ളത്? ഏത് ടീമിൻ്റെതാണ് ബെസ്റ്റ് പ്ലേയിങ് 11? നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നിലവിൽ ആദ്യം നമുക്ക് സ്പെയിൻ്റെ പ്ലേയിങ് 11 നോക്കാം. സ്പെയിൻ്റെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഫസ്റ്റ് ചോയ്സ് ഉനൈ സൈമൺ ആയിരിക്കും. അദ്ദേഹം ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയ ഒരു ഗോൾ കീപ്പർ കൂടിയാണ്. ഇനി സ്പെയിൻ്റെ പ്രതിരോധ നിര നോക്കാം. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ യുവതാരമായ കുബാർസിയും പിന്നെ ലപ്പോർട്ടുമായിരിക്കും. ഒരു തകർപ്പൻ എക്സ്പീരിയൻസ് യുവ കോംബോ സെൻട്രൽ ബാക്ക് നമുക്ക് കാണാനാകും. സ്പെയിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ പെഡ്രോ ആയിരിക്കും. മുന്നേറ്റത്തിലും ഡിഫൻസിലും ഒരുപോലെ തന്നെ ഉപയോഗപ്പെടുത്താൻ ശേഷിയുള്ള ഒരു കളിക്കാരനാണ് നിലവിൽ പെഡ്രോ. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കുക്കറല്ലേ ആയിരിക്കും. ഇനി സ്പെയിൻ്റെ മധ്യനിര നമുക്ക് നോക്കാം. മധ്യനിരയിൽ ഒരു അപാര മധ്യനിര തന്നെയാണ് നിലവിൽ സ്പെയിനിനുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മധ്യനിരയിലൊന്ന്. ബാർസലോണയുടെ സൂപ്പർ താരമായ പെഡ്രി ഗോൺസലസ്, പിന്നെ റോഡ്രി, പിന്നെ ബാർസലോണയുടെ മറ്റൊരു താരമായ ഡാനി ഓൽമോ. പന്തെങ്ങാനും കൈകളിൽ കിട്ടിയാൽ എതിരാളികളെ വട്ടം കറക്കിക്കൊണ്ട് മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തിക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മധ്യനിര നിലവിൽ സ്പെയിനൊപ്പമുണ്ട്. പ്രത്യേകിച്ച് പെഡ്രിയും ഓൽമോയുമെല്ലാം ഡിഫൻസീവ് ശക്തമാണ്. അവിടെ ഡിഫൻസീവ് മിഡായിക്കൊണ്ടും സെൻട്രൽ മിഡായിക്കൊണ്ടും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ലോകത്തിലെ മികച്ച മധ്യനിരക്കാരനായ റോഡ്രിയും സ്പെയിൻ്റെ കൂടെയാണ്. സ്പെയിൻ്റെ മുന്നേറ്റ നിര പല ടീമുകളുടെയും പേടി സ്വപ്നമാണ്. മുന്നേറ്റ നിരയിൽ വലതുഭാഗത്ത് ഇതിഹാസ പദവിയിലേക്ക് ചവിട്ടിക്കയറുന്ന യുവ സൂപ്പർ താരം ലമിനെ യമാലാണ്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തിനുള്ളത്. ലമിനെ യമാൽ സ്പെയിനിനായി മിന്നും പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത്. ഇനി ഇടതു വിങ്ങിൽ യുവ സൂപ്പർ താരം നിക്കോ വില്യംസ്. ബോക്സിലേക്ക് ഏത് ഡിഫൻഡർമാരെയും അനായാസം മറികടന്ന് ഇരച്ചു കയറാൻ ശേഷിയുള്ള രണ്ട് യുവതാരങ്ങളാണ് സ്പെയിൻ്റെ രണ്ട് വിങ്ങുകളിലുള്ളത്. മുന്നേറ്റത്തിൽ ഗോളടിച്ചു കൂട്ടാൻ ഓയർ സബാലും ഒരു ശക്തമായ മുന്നേറ്റ നിരയും സ്പെയിനിനുണ്ട്. ഇനി അർജന്റീനയുടെ ബെസ്റ്റ് 11 നോക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ഫസ്റ്റ് നമ്പർ ചോയ്സ് എമിലിയാനോ മാർട്ടിനസ്. പ്രതിരോധത്തിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, നൗഹേൽ മൊളീന. 2022 വേൾഡ് കപ്പിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത സ്കലോണി സിസ്റ്റം പഠിച്ചെടുത്ത ഡിഫൻസ് ലൈൻ. മധ്യനിരയിൽ സ്കലോണിയുടെ സ്വന്തം എഡ്ജിനായ റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും. അതും സ്കലോണിയുടെ സിസ്റ്റത്തിൽ പച്ചവെള്ളം പോലെ സ്കലോണിയുടെ സിസ്റ്റം പഠിച്ചു വളർന്നവർ. മുന്നേറ്റ നിരയിൽ ഹൂലിയൻ അൽവരസും ലൗതറോ മാർട്ടിനസും ലിയണൽ മെസ്സിയും. ഫുട്ബോൾ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ മുന്നേറ്റ നിരയുള്ള ടീമുകളിലൊന്നാണ് അർജന്റീന. നിലവിൽ ഇറ്റലിയിൽ ഗോളടിച്ചു കൂട്ടുകയാണ് ലൗതാരോ. MLS-ൽ മെസ്സിയുടെ മിന്നും ഫോമാണ് കാണാനാവുന്നത്. നിലവിൽ തന്നെ രണ്ട് ടീമുകളുടെയും വേൾഡ് ക്ലാസ് ബെസ്റ്റ് 11 നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും മികച്ച 11 ആർക്കൊപ്പമാണുള്ളത്? ശിഷ്യൻ്റെയോ ആശാൻ്റെയോ? ആരുടേതാണ് ഏറ്റവും മികച്ച 11 ഉള്ള ടീം? നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം ഗോൾ കീപ്പർ നോക്കാം. നിലവിൽ സ്പെയിൻ്റെ ഗോൾ കീപ്പർ ഉനൈ സൈമൺ ആണ്. ടെക്നിക്കലി വളരെ ബ്രില്യൻ്റായ ഗോൾ കീപ്പറാണ് ഉനൈ. പൊസിഷൻ ഗെയിമിന് ബെസ്റ്റ് കീപ്പർ കൂടിയാണ്. പക്ഷേ
എമിലിയാനോ മാർട്ടിനസിനെ വെച്ച് നോക്കുമ്പോൾ എമി തന്നെയാണ് ബെറ്റർ. വലിയൊരു വേൾഡ് കപ്പ് മുന്നിൽ നിന്ന് നയിച്ചവനാണ്. എതിരാളികളുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും എതിരാളികളിലേക്ക് പ്രഷർ നൽകാനും ലോകത്തിലെ ഏറ്റവും മികച്ച കീപ്പറാണ് നിലവിലെ എമിലിയാനോ. ഗോൾ കീപ്പിങ്ങിൽ അർജന്റീന ആധിപത്യം. ഇനി ഡിഫൻസ് ലൈൻ നോക്കാം. നിലവിൽ സ്പെയിൻ്റെ ഡിഫൻസ് യുവതാരങ്ങളാൽ സമ്പന്നമാണ്. കുക്കർലയും കുബാർസിയും ലപ്പോർട്ടും പെഡ്രോയുമെല്ലാം അടങ്ങിയ ഒരു മികച്ച ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്ന ടീമാണ് നിലവിൽ സ്പെയിൻ എന്നുള്ളത്. അർജന്റീനൻ ടീമാകട്ടെ അധികം ഹൈലൈൻ ഡിഫൻസിന് പേര് കേട്ടവരല്ല. സ്പെയിൻ്റെ ബാക്ക് ലൈൻ എന്നുള്ളത് ടെക്നിക്കലാണ്. ബോൾ പ്രോഗ്രഷൻ, പാസിങ്, ബിൽഡപ്പ് എല്ലാം അർജന്റീനയേക്കാൾ ടോപ്പ് ക്ലാസ് സ്പെയിനാണ്. പക്ഷേ അർജന്റീന ഡിഫൻസ് കൂടുതലും അഗ്രസീവും വാരിയർ മെന്റാലിറ്റി ഉള്ളതുമാണ്. വലിയ എതിരാളികൾ വന്നാൽ ഒരു തുള്ളി സ്പേസ് പോലും അനുവദിക്കാതെ അഗ്രസീവ് ഡിഫൻസ് ചെയ്യുക എന്നുള്ള അർജന്റീന തന്ത്രത്തിന് നേരെ ഓപ്പോസിറ്റാണ് നിലവിൽ സ്പാനിഷ് ഡിഫൻസ്. പൊസിഷൻ ഗെയിമിങ്ങിലൂടെയാണ് സ്പാനിഷ് ഡിഫൻസ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച ഡിഫൻസീവ് ബിൽഡപ്പും സ്പെയിനൊപ്പമുണ്ട്. പക്ഷേ ഡിഫൻസിൻ്റെ കാര്യത്തിൽ മുൻതൂക്കം നിലവിൽ അർജന്റീനയ്ക്ക് തന്നെയാണ്. ഒരു ഡിഫെൻഡിങ് മെന്റാലിറ്റി നിലവിൽ സ്പെയിനേക്കാൾ അർജന്റീനക്കാണ് കൂടുതൽ മുൻതൂക്കം. ഇനി ഇരു ടീമുകളുടെയും മധ്യനിര നോക്കാം. അർജന്റീനയുടേത് റോഡ്രിഗോ ഡിപ്പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. നിലവിൽ സ്പെയിൻ്റേത് പെഡ്രി, റോഡ്രി, ഡാനി ഓൽമോ. ഇതാണ് നിലവിൽ സ്പെയിൻ്റെ ഏറ്റവും വലിയ വെപ്പൺ. എതിരാളികളെ ഏത് രീതിയിലും മറികടക്കാൻ ശേഷിയുള്ള ഒരു മധ്യനിര. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡായി കളിക്കുന്ന റോഡ്രി നിലവിൽ സ്പെയിനൊപ്പമുണ്ട്. സെൻട്രൽ മിഡായും അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കും. പന്ത് കിട്ടിയാൽ എതിരാളികളെ വട്ടം കറക്കി മികച്ച ത്രൂ ബോളും ലോങ് ബോളുകളുമായി കളം നിറയുന്ന പെഡ്രിയും സ്പെയിനിനൊപ്പമാണ്. പെഡ്രിയിൽ നിന്നൊക്കെ പന്ത് റാഞ്ചാൻ എതിരാളികൾ എത്ര കഷ്ടപ്പെടുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഡാനി ഓൽമോയും അതുപോലെ തന്നെയാണ്. മധ്യനിര ഭരിക്കാൻ ശേഷിയുള്ള സ്പെയിൻ്റെ മികച്ച ത്രയങ്ങൾ. നിലവിൽ എനർജിയും വർക്ക് റേറ്റും ടാക്ടിക്കൽ ഡിസിപ്ലിനും ഹൈ പ്രസിംഗും എല്ലാം അർജന്റീനക്ക് അനുകൂലമാകുമ്പോഴും അതിനെല്ലാം മറികടക്കാൻ ശേഷിയുള്ള അസാധ്യ ബോൾ കൺട്രോളാണ് നിലവിൽ സ്പെയിനിനുള്ളത്. കൃത്യതയാർന്ന പാസിംഗിലും അർജന്റീനയേക്കാൾ മുൻതൂക്കം മധ്യനിരയിൽ സ്പെയിനിനാണ്. മധ്യനിരയിൽ എതിരാളികൾക്ക് പന്ത് കൊടുക്കാതെ പന്ത് കൈവശം വെച്ച് കളിക്കുന്നതിലും നിലവിൽ സ്പെയിൻ മികച്ചവരാണ്. എപ്പോൾ വേണമെങ്കിലും സ്പെയിൻ പൊസിഷൻ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. നിലവിൽ പ്രസ്സിംഗ് റെസിസ്റ്റൻസും സ്പെയിനിന് അർജന്റീനയോളമുണ്ട്. അതുകൊണ്ട് മധ്യനിര മുൻതൂക്കം അത് സ്പെയിനിനൊപ്പമാണ്. ഇനി മുന്നേറ്റനിര നോക്കാം. മുന്നേറ്റനിരയിൽ അർജന്റീനക്കായി ഹൂലിയൻ അൽവരസ്, ലൗതറോ മാർട്ടിനസ്, ലിയണൽ മെസ്സി, നിക്കോ വില്യംസ്, മൈക്കൽ ഓയർസബാൽ, ലാമിനെ യമാൽ. നിലവിൽ ലാമിനെ യമാൽ തന്റെ പീക്ക് ഫോം തുടർന്നാൽ സ്പെയിൻ്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഈ രണ്ട് ടീമുകളിലും മികച്ച മുന്നേറ്റനിര ആർക്കൊപ്പമാണുള്ളത്? നിലവിൽ സ്പെയിൻ്റെ മുന്നേറ്റനിര ഭരിക്കുന്നത് യുവതാരങ്ങളാണ്. വേൾഡ് കപ്പ് പോലുള്ള നിർണായക പോരാട്ടങ്ങളിൽ എത്രത്തോളം അവർ ഫോമിലേക്ക് എത്തുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ലാമിനെ യമാലും ഓയർസബാലും വില്യംസുമെല്ലാം മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ എക്സ്പീരിയൻസായി നിലവിൽ ഗോളടിച്ചു കൂട്ടുന്ന വളരെ ഇൻ്റലിജൻ്റായ ഹൈ പ്രസ്സിംഗ് ഉള്ള ഒരു മുന്നേറ്റനിരയാണ് അർജന്റീനയ്ക്കുള്ളത്. ഹൂലിയൻ അൽവരസ്, ലൗതറോ മാർട്ടിനസ്, ലിയണൽ മെസ്സി പോലുള്ള താരങ്ങൾ. അതുകൊണ്ട് തന്നെ മുൻനിരയിൽ വലിയ എഡ്ജ് രണ്ട് ടീമുകൾക്കുമില്ല. രണ്ട് ടീമുകളും തുല്യ ശക്തികളാണ് മുന്നേറ്റനിരയിൽ. അതേസമയം അല്പം മുൻതൂക്കം എക്സ്പീരിയൻസ് മുന്നേറ്റനിരയായ അർജന്റീനയ്ക്ക് തന്നെയാവും. ലാമിനെ യമാലെല്ലാം താരത്തിൻ്റെ പീക്ക് ടൈമിലൂടെയാണ് കടന്നു പോകുന്നത്. മുന്നേറ്റനിരയിൽ യമാൽ മാജിക്കും നമുക്ക് ഈ വേൾഡ് കപ്പിൽ ചിലപ്പോൾ കണ്ടേക്കാം. ഇത് ഞാൻ അനലൈസ് ചെയ്ത എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരാണ് മികച്ച ബാക്ക് ലൈനുള്ളത്? മധ്യനിര സ്പെയിനിനൊപ്പം തന്നെയല്ലേ? അല്ലാതെ അർജന്റീൻ മധ്യനിരയാണോ മികച്ചത്? മുന്നേറ്റനിര ആരാണ് ശക്തർ? വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ദൂരം ആർക്കാണ് പോകാനാവുക? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.